പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ ഫോൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയലറിൽ നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു 3 സെറ്റിങ്സിനെ കുറിച്ചാണ് കേട്ടോ. എന്തായാലും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരം വരും എന്നാണ് എൻ്റെ വിശ്വാസം. ആ സെറ്റിങ്സ് എന്താണ്, കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള മൊബൈൽ ടെക് വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് അതെന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫോൺ വാങ്ങുന്ന സമയത്ത് ഡിഫാൾട്ടായിട്ട് കിട്ടുന്ന ഡയലറാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്ലേ സ്റ്റോറിൽ വേറെ ഡയലർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷേ നമുക്ക് ഡിഫാൾട്ടായിട്ട് കിട്ടുന്ന ആ ഡയലറിൽ ഒരുപാട് ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിൽ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇതിൽ നമുക്ക് ഒന്നാമതായി നമുക്ക് കാളർ ID അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് നെവറിലാണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ആൾവേസ് കൊടുത്താൽ, ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. ആൾവേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോളിൽ റിംഗ് ടൂണിനൊപ്പം കോൾ ചെയ്യുന്ന ആളുടെ ID നമുക്ക് കേൾക്കാൻ സാധിക്കും. പേര് കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇത് ആൾവേസിൽ കൊടുത്തു കഴിഞ്ഞാൽ. അതാണ് ഒന്നാമത്തെ സെറ്റിങ്സ്. രണ്ടാമതായി നമുക്ക് ഏതെങ്കിലും ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിൽ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ കോൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ ശബ്ദിക്കുന്ന സമയത്ത് ഫോണിനെ ഒന്ന് കമഴ്ത്തി പിടിച്ചു കഴിഞ്ഞാൽ അത് സൈലൻ്റ് ആവും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ്ട് ഫ്ലിപ്പ് ടു സൈലൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ ഡിസേബിളായി കിടക്കുകയാണെന്നുള്ളത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളൊന്ന് ഫോണിനെ കമഴ്ത്തി പിടിച്ചാൽ മതി, അത് തനിയെ സൈലൻ്റായി മാറും. അത് നമ്മൾ സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫോണിൻ്റെ മറ്റൊരു ഓപ്ഷനിലും പെട്ടെന്ന് പോവേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തു വെച്ചിരുന്നാൽ മതി. ഇനി അടുത്ത സെറ്റിങ്സ് കോൾ റെക്കോർഡിങ്ങുമായിട്ട് സംബന്ധിച്ച ഒരു കാര്യമാണ്. അതിന് നമ്മൾ ഇതിൽ പ്ലേ ഓഡിയോ ട്യൂൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ഡിസ്ക്ലൈമർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, എഗ്രി കൊടുത്ത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെന്നുള്ള ഒരു വിവരം അവർക്ക് അനൗൺസ്മെൻ്റായിട്ട് കിട്ടത്തില്ല. ഒരു ചെറിയൊരു ബീഫ് സൗണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ. അതവരറിയാനും സാധിക്കില്ല. അതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. ഈ 3 സെറ്റിങ്സുകളും നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരമായിരിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.